കൊച്ചി നഗരസഭ 18ാം ഡിവിഷന്റെ നേതൃത്വത്തിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം തുറന്നു. നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷനായി. കൊല്ലശ്ശേരി റോഡിൽ ശ്രീ മുരുകാത്ഭുത ക്ഷേത്രത്തിന് സമീപമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചി നഗരത്തിൽ 38 വെൽനസ് സെൻ്ററുകളാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് തന്നെ 3 വെൽനസ് സെൻ്ററുകളുടെ ഉദ്ഘാടനമുണ്ട്. രാവിലെ 2 വെൽനസ് സെൻ്ററും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒരു വെൽനസ് സെൻ്ററിൻ്റെയും ഉദ്ഘാടനം എടപ്പള്ളിയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വളരെ വേഗതയിൽ നമ്മുടെ വെൽനസ് സെൻ്ററുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. 6 നമ്മുടെ ആശുപത്രികൾ, പള്ളുരുത്തി ആശുപത്രികൾ ഉൾപ്പെടെ ഒരു അർബൻ സെൻ്റർ തേവരയിലും 12 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ചേർന്ന് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചെലവില്ലാത്ത എന്നാൽ നല്ല ചികിത്സാ സഹായം ലഭിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നഗരസഭയ്ക്ക്, ഒരു ഗവൺമെൻറ്റിന്, സാധാരണക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഈ ഡിവിഷനിൽ നേതൃത്വം കൊടുത്ത നമ്മുടെ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ വെൽനസ് സെൻ്റർ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സനെയും ഇവിടെ അനുവദിക്കാൻ മുൻകൈയെടുത്ത മേയർ, അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മറ്റ് വർക്ക്സ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ വികസനം എന്നുള്ള കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം സുഖകരമാക്കുന്നതിന് ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും പുതിയ കാലഘട്ടത്തിൽ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, ടാക്സ് കൊടുക്കുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള സേവനങ്ങൾ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പ്രശ്നം ചികിത്സാ ചെലവ് തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് പലപ്പോഴും ഉണ്ടാകും. ചടങ്ങിൽ വെച്ച് ഡിവിഷനിലെ വിദ്യാഭ്യാസ കലാകായിക പുരസ്കാരങ്ങളുടെ വിതരണവും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആദരവും നടത്തി. തൃപ്പൂണിത്തുറ എം.എൽ.എ. കെ. ബാബു, ഡെപ്യൂട്ടി മേയർ കെ.എ. ആൻസിയ, GCDA ജനറൽ കൗൺസിൽ അംഗം P.A. പീറ്റർ, കൊച്ചി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V.S. ശ്രീജിത്ത്, ഷീബാലാൽ, V.K. മിനിമോൾ, J. സനൽമോൻ, നഗരസഭാ കൗൺസിലർമാരായ C.R. സുധീർ, രഞ്ജിത്ത് മാസ്റ്റർ, ലൈല ദാസ്, 18ാം ഡിവിഷൻ കൗൺസിലർ അശ്വതി വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ജനപ്രതിനിധി നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു രീതി അനുസരിച്ച് ഒരു കൗൺസിലറെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാക്കുന്നതിന്, ഗതാഗത സൗകര്യം ഉണ്ടാക്കുന്നതിനും, കുടിവെള്ള പ്രശ്നങ്ങളും വഴിവിളക്കുകളും സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുമാണ് കൂടുതലായും സാധാരണഗതിയിൽ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കോർപ്പറേഷന്റെ കൊച്ചി നഗരത്തിന്റെ ഭാഗമാണ് നമ്മളെങ്കിൽ പോലും നമ്മുടെ ഈ കോണം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗ്രാമത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും ജീവിച്ചു വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെ മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനങ്ങളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഇനിയുമുണ്ട്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. റെഡ്സൺ ഡുബല്ലോ, ന്യൂസ് ടുഡേ, പള്ളുരുത്തി.